ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു സിമ്പിൾ ബ്രോസ്റ്റഡ് റെസിപ്പിയാണ്. ഇതിന് നമ്മൾ ചിക്കന് ഉപ്പ്, മുളക് പൊടി, വിനീഗർ ഇത് മൂന്നും ഇട്ടിട്ട് ഒരു 5-6 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നിങ്ങളുടെ എരിവിനും ഉപ്പിനും ഒക്കെ ആവശ്യമായത് നിങ്ങൾ ചേർക്കുക. എടുക്കുന്ന ചിക്കൻ്റെ ഒക്കെ അളവ് നോക്കിയിട്ട് അത് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ കുഴച്ച് വെച്ച് 5-6 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു കോട്ടിങ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഓട്സ്, 1/4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് കോൺഫ്ലോർ, 1 കപ്പ് മൈദയും ഓട്സും ഞാൻ ഒരേ അളവിലാണ് എടുത്തത്. കോൺഫ്ലവർ, അരിപ്പൊടി ഒരേ അളവിലാണ് എടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപ്പ് ചേർക്കുക. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിലും ഉപ്പിലും എല്ലാം മാറ്റം വരുത്തുക. എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും അതൊക്കെ. ഇത് പിന്നെ കോഴിമുട്ട പാല് മിക്സ് ആണ്. നമുക്ക് ചിക്കൻ ആദ്യം ഇതിലാണ് ഒന്ന് ഡിപ്പ് ചെയ്യേണ്ടത്. ഞാനിവിടെ 3 കോഴിമുട്ട, 1/4 കപ്പ് പാല് അതെടുത്തിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്തതാണ്. ഇനി ഓരോ പീസസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഈ മുട്ട പാൽ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. നന്നായിട്ട് നിങ്ങൾ മുക്കിയെടുക്കണം. നല്ലപോലെ ആ കോട്ടിങ് ഇതിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിപ്പ് ചെയ്യുന്നത് നന്നായിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ കോട്ട് ചെയ്യാനുള്ള മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഞാൻ ചെയ്യുന്ന പോലെ ആദ്യം ഒന്ന് പൊടി തട്ടി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒന്നുകൂടെ കാണിക്കാം ചെയ്യുന്നത്. ആദ്യം പീസ് എടുക്കുക. എന്നിട്ട് എഗ് മിക്സിൽ നല്ലോണം ഡിപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ചെയ്യുക. ഇത് ഞാൻ 5-6 മണിക്കൂർ വെച്ചതുകൊണ്ടാണ് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചത്. അതുകൊണ്ട് ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് നിർബന്ധമാണ്. എന്നാലേ ആ കറക്റ്റ് ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ. മസാല എല്ലാം ഇതിൽ പിടിച്ചു വരാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ഒരു സമയം മാത്രം മതി ഇത് ചെയ്തെടുക്കാൻ. ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇനി ഞാനിതാ ഇവിടെ എല്ലാ പീസസും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തത്. അതാവുമ്പോൾ കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ കുഴിയുള്ള ചട്ടി വെക്കുക. ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഈ ഓയിലും നല്ലപോലെ ചൂടായി വരണം. ഞാൻ ഇട്ടപാടെ ഓയിൽ തിളച്ച് വന്നത് കണ്ടില്ല. ആ ഒരു പരുവം ആവുമ്പോൾ നിങ്ങൾ ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലേ അതിൻ്റെ ഉള്ളിലൊക്കെ കുക്കായി വരുള്ളൂ. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ചിക്കൻ്റെ പീസസ് വലുത് തന്നെ എടുക്കുക. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ അതൊന്ന് വരഞ്ഞു കൊടുക്കുക. നിങ്ങൾ വലിയ പീസാണ് എടുക്കുന്നതെങ്കിൽ വരഞ്ഞു കൊടുക്കുക. മസാലയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, കുറച്ചൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളിലൊക്കെ നല്ലപോലെ നമുക്ക് കുക്കാവണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് സാവധാനം ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എടുക്കുന്ന ഓട്സ് അത് വലിയ പീസാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ചെറിയ പീസസ് ആണ് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി. നന്നായിട്ട് പൗഡർ ആക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭംഗി കിട്ടൂല. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനെ കോരി മാറ്റാം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. ഇനി നമുക്ക് ഇത് മയോണൈസിൻ്റെയും കെച്ചപ്പിൻ്റെയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാം. പിന്നെ ചൂടാറിയാൽ കുറച്ചൊരു വെള്ള കളർ വരും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന അരിപ്പൊടി കൊണ്ടൊക്കെയാണ്. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ടേക്ക് കെയർ. താങ്ക് യു.